ഹായ്, സ്പോർട്സ് പിച്ചിലേക്ക് അവർക്ക് സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കഴിഞ്ഞ 2-3 വേൾഡ് കപ്പിൽ കൃത്യമായി വേൾഡ് കപ്പിൻ്റെ ഫലം പ്രഖ്യാപിച്ച ഏജൻസി പുറത്തുവിട്ടതാണ്. ഇത്തവണത്തെ വേൾഡ് കപ്പിലെ ജേതാക്കൾ ആരാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു. പാൻമിയോ ലിബേർഡോ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഏജൻസിയാണ്. ഇവർ ഫുട്ബോൾ കപ്പിന് പുറത്തുള്ളൊരു ഏജൻസിയാണ്. അവരുടെ നിഗമനത്തിൽ അവരുടെ പ്രൊഡിക്ഷൻ 3 വട്ടം ശരിയായിരുന്നു. ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 2014 ജർമ്മനി വേൾഡ് കപ്പ് അടിക്കുമെന്ന് പ്രഖ്യാപിച്ചു, പ്രെഡിക്റ്റ് ചെയ്തു. അതും 2014 ജർമ്മനിയെ വേൾഡ് കപ്പ് അടിച്ചത്. പിന്നെ 2018 ഫ്രാൻസ് വേൾഡ് കപ്പ് നേടുന്നു കറക്റ്റായിട്ട് ഫോർകാസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ 2022 അർജൻറ്റീന വേൾഡ് കപ്പ് നേടുന്നു അവർ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, അതും ഫോർകാസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ 2026 ആര് വേൾഡ് കപ്പ് നേടുമെന്ന് അവർ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റാവുമോ ഇല്ലയോ എന്ന് നമുക്കത് കാത്തിരുന്ന് കാണണം. അപ്പോൾ നമ്മൾ അവരയച്ചൊരു ഫോർകാസ്റ്റാണ് നമ്മൾ പരിശോധിക്കുന്നത്. ട്രാക്ക് റെക്കോർഡായിട്ടുള്ള പോസ്റ്റ്കാർട്ടാണ്. ഇതിൽ എല്ലാ റൗണ്ടിലും ആര് മുമ്പിലോട്ട് പോകുന്നുള്ള കാര്യം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന കാര്യം, വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാസ്റ്റ് ജപ്പാൻ ഉണ്ടാക്കും. റൗണ്ട് ഓഫ് 32 അവർ വമ്പൻ ഒരു ടീമിനെ തോൽപ്പിച്ച് വിജയിക്കുമെന്നാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെമി ഫൈനൽ ഓൾ യൂറോപ്യൻ സെമി ഫൈനൽ പോലെയായിരിക്കും എന്നവർ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളിതുവരെ പ്രതീക്ഷിക്കാത്തൊരു ടീം ചാമ്പ്യൻ ആവുമെന്ന് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവർ ഫുട്ബോൾ ടീമിൻ്റെ പുറത്തെ കാര്യങ്ങളും പിന്നെ അവരുടെ ടീമിനകത്തുള്ളതും പിന്നെ പ്ലേയേഴ്സിൻ്റെ ഫോമൊക്കെ നോക്കിയിട്ടുള്ള ഒരു പ്രഡിക്ഷനാണിത്. പ്രഡിക്ഷൻ പറയുന്നത് അവർ എല്ലാം അനലൈസ് ചെയ്തിട്ട് ഒരു 10-20-30 പേജുള്ളൊരു പ്രഡിക്ഷൻ്റെ ഇതാണ്. അതിൻ്റെ ഫുള്ളായിട്ടുള്ളത് നമ്മൾ പറയുന്നില്ല, നമ്മൾ ആദ്യത്തെ ഒരു മെയിൻ പോയിൻറ്റ്സ് മാത്രമേ പറയണുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ ഫുൾ പേജ് വേണ്ടവർ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അതിലവർ പറയുന്നത് ബുക്കിങ്സ് ആർക്കാവും കൂടുതലെന്നാണ്. ബുക്കിങ്സ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് സ്പെയിനാണെന്ന് പറയുന്നത് ബുക്കിങ്. ഇവർ ഗ്രൂപ്പ് സ്റ്റേജ് മുതൽ ആര് മുന്നോട്ട് പോകുന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇതിൽ തന്നെ. ഇതിലാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയുന്നത്, അവർ ഫുട്ബോളിന് പുറത്തുള്ള കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ലോകകപ്പ് ഏത് ടീം എടുക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ്റെ ഇതിൽ പിന്നെ പറയുന്നത് ഒരു 45% ഒക്കെ ചിലപ്പോൾ ഇതുപോലെ നടക്കാം, ബാക്കിയൊക്കെ ലക്കിൻ്റെ പോലെയാണ്, എന്തും സംഭവിക്കാമെന്നാണ് അവർ പറയുന്നത്. നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. അവർ 3 തവണ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന ടീം ഈ വർഷം കപ്പടിക്കും എന്നുള്ള കാര്യമൊക്കെ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഗ്രൂപ്പിൻ്റെ ഇതിൽ നോക്കാം. ഒരു ഗ്രൂപ്പ് എയിൽ പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഗ്രൂപ്പ് L വരെ ഉള്ളത്. ഇപ്രാവശ്യം ഗ്രൂപ്പ് L വരെ ഉണ്ട്. അതിൽ ഓരോ ഗ്രൂപ്പൊന്നും 2 ടീമുകൾ അടുത്ത ഇതിൽ കിടക്കും ക്വാളിഫൈഡ് ആയിട്ട്. പ്ലസ് 8 മികച്ച 3 സ്ഥാനക്കാരും കിടക്കും. ഗ്രൂപ്പ് എത്തെ ടീമിനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത സൗത്ത് കൊറിയക്കാണ്, 72%. സെച്ചിക്ക് 52%, മെക്സിക്കോക്ക് 44%, സൗത്ത് ആഫ്രിക്കക്ക് 33% അവർ പറയുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലാൻഡും ഖത്തറുമാണ് അടുത്ത ഇതിൽ കടക്കാൻ പോകാൻ സാധ്യത കൂടുതൽ. സ്വിറ്റ്സർലാൻഡിന് 90%, ഖത്തറിന് 43%, കാനഡയ്ക്ക് 35%, ബോസ്നിയക്ക് 32%. അതാണ് അവർ സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോൾ ബ്രസീലാണ് ഏറ്റവും കൂടുതൽ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സാധ്യത. ബ്രസീലിന് 99%, മെക്സിക്കോക്ക് 59%, സ്കോട്ട്ലാൻഡിന് 38%, ഹെത്തിക്കിന് 5%. ഇതാണ് അവർ പറയുന്നത്. ഗ്രൂപ്പ് സിയിൽ ഓസ്ട്രേലിയ 61%, തുർക്കിയെ 59%. ഈ 2 ടീമുകളാണ് മുന്നോട്ട് പോകാനുള്ള സാധ്യത എന്നാണ് പറയുന്നത്. ബാക്കി ടീം നോക്കുകയാണെങ്കിൽ USAക്ക് 43%, പരാഗ്വയ്ക്ക് 37%ആണ് കാണുന്നത്. ഗ്രൂപ്പ് ഇയിൽ ജർമ്മനിയാണ് ഏറ്റവും അധികം സാധ്യതയുള്ളത്, 93% പറയുന്നത് അവർ. എക്രോസ്കിന് 65%, പിന്നെ ഐമറേഗസിന് 37%, കുറസാവോക്ക് 5% കണക്കാക്കിയിരിക്കുന്നു. പിന്നെ ഗ്രൂപ്പ് എഫിൽ നെതർലാൻഡ് മുമ്പോട്ട് പോകുന്നതാണ് അവരുടെ പ്രഡിക്ഷൻ, 73%. ജപ്പാൻ 58%, സ്വീഡൻ 41% പറയുന്നത്, തുനീഷ്യ 28% പറയുന്നത്.
ഗ്രൂപ്പ് ജിയിലാകട്ടെ ബെൽജിയവും ഇറാനുമാണ് മുന്നിൽ നിൽക്കുന്നത്. ബെൽജിയത്തിന് 85% ടോപ്പ് 2-ൽ എത്താനുള്ള സാധ്യത കണക്കാക്കുന്നുണ്ട്. ഇറാൻ 57% ടോപ്പ് 2-ൽ എത്താനുള്ള സാധ്യത കണക്കാക്കുന്നുണ്ട്. ഈജിപ്തിന് 43%, ന്യൂസിലാൻഡ് 15% കണക്കാക്കുന്നുണ്ട്. ഗ്രൂപ്പ് എച്ചിൽ സ്പെയിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ടോപ്പ് 2-ൽ വരാൻ, 99%. ഉറുഗ്വേ രണ്ടാമത് വരുന്നു 63%. സൗദി അറേബ്യക്ക് 25%, കേപ്പ് വെർദെ ഐസ്ലാൻഡിന് 13%. ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത, 85%. പിന്നെ സെനഗൽ 48%, നോർവേ 41%, ഉറുഗ്വേക്ക് 25%ആണ് കണക്കാക്കുന്നത്. ഗ്രൂപ്പ് ജെയിൽ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത അർജന്റീനക്കാണ്, 91%. ഓസ്ട്രിയക്ക് 52%, അൾജീരിയക്ക് 40%, ജോർദാൻ 17%. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ മുന്നോട്ട് പോകാനാണ് സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കണക്കാക്കിയിരിക്കുന്നത്, 77%. കൊളംബിയ രണ്ടാമത് വരുന്നു 73%. ഉസ്ബെക്കിസ്ഥാന് മൂന്നാം സ്ഥാനം 28%, DR കോങ്കോ 23%. ഗ്രൂപ്പ് എല്ലിൽ ഇംഗ്ലണ്ട് 89% ഒന്നാമതായിട്ട് വരുമ്പോൾ, രണ്ടാമത് ക്രൊയേഷ്യ 70%, പനാമ 36%, ഘാന 5%. അപ്പോൾ ഇതിൽ ആദ്യ 2 സ്ഥാനക്കാർ അവരും പിന്നെ മൂന്നാം സ്ഥാനം 8 ടീം, ഏറ്റവും മികച്ച കളി നടത്തിയ 8 ടീം 3 സ്ഥാനമുള്ളത്, അവരും സെക്കൻഡിനുള്ളിൽ കയറും. ഗ്രൂപ്പ് എയിൽ നിന്ന് മെക്സിക്കോയും, ഗ്രൂപ്പ് സിയിൽ നിന്ന് സ്കോട്ട്ലാൻഡും, ഗ്രൂപ്പ് ഡിയിൽ നിന്ന് USA, ഗ്രൂപ്പ് ഇയിൽ നിന്ന് ഐവറി കോസ്റ്റും, ഗ്രൂപ്പ് എഫിൽ നിന്ന് സ്വീഡനും, ഗ്രൂപ്പ് ജിയിൽ നിന്ന് ഈജിപ്തും, ഗ്രൂപ്പ് ഐയിൽ നിന്ന് നോർവേയും, ഗ്രൂപ്പ് ജെയിൽ നിന്ന് അൾജീരിയയും മികച്ച 3-ാം സ്ഥാനക്കാരായിട്ട് റൗണ്ട് ഓഫ് 32 എത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. അപ്പോൾ ശ്രദ്ധിക്കുക, റൗണ്ട് ഓഫ് 32 നോക്കൗട്ട് സ്റ്റേജ്. ഈ നോക്കൗട്ട് സ്റ്റേജിലാണ് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അട്ടിമറി നടക്കുന്നത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ആരോടൊപ്പം ഏറ്റുമുട്ടും, ആര് മുന്നോട്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ജർമ്മനി വേഴ്സസ് USA റൗണ്ട് ഓഫ് 32 നടക്കുമെന്നും ജർമ്മനി മുന്നോട്ട് കടക്കുമെന്നും അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഫ്രാൻസ് വേഴ്സസ് സ്വീഡൻ റൗണ്ട് ഓഫ് 32 കളിക്കുമ്പോൾ ഇതിൽ ഫ്രാൻസ് മുന്നോട്ട് കടക്കും. സജിയ വേഴ്സസ് കാനഡ റൗണ്ട് ഓഫ് 32 മത്സരം നടക്കുമ്പോൾ ഇതിൽ കാനഡ മുന്നോട്ട് പോകുന്നതാണ് അവരുടെ പ്രതീക്ഷ. അതേസമയം നെതർലാൻഡ് വേഴ്സസ് മൊറോക്കോ മത്സരം നടക്കും, അതിൽ നെതർലാൻഡ് മുന്നോട്ട് പോകുന്നതാണ് അവരുടെ പ്രതീക്ഷ. കൊളംബിയ വേഴ്സസ് ക്രൊയേഷ്യ പോരാട്ടം നടക്കും, അതിൽ ക്രൊയേഷ്യ മുന്നോട്ട് പോകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. പിന്നെ സ്പെയിനും ഓസ്ട്രേലിയയും മത്സരിക്കുമ്പോൾ റൗണ്ട് ഓഫ് 32-ൽ സ്പെയിൻ വിജയിക്കും എന്നാണ് പ്രതീക്ഷ. ശ്രദ്ധിക്കുക, ഓസ്ട്രേലിയ വേഴ്സസ് അൾജീരിയ മത്സരത്തിൽ AFCയിൽ നിന്നുള്ള ഓസ്ട്രേലിയ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രഡിക്ഷൻ. പിന്നെ മെക്സിക്കോയും ബെൽജിയമുള്ള മത്സരത്തിൽ മെക്സിക്കോ തോൽപ്പിച്ചിട്ട് ബെൽജിയം മുന്നോട്ട് പോകും എന്നാണ് പ്രഡിക്ഷൻ. ഇനിയാണ് റൗണ്ട് ഓഫ് 32-ലെ ബിഗ്ഗസ്റ്റ് അപ്സെറ്റ് എന്നതുകൊണ്ട് അവർ പറയുന്നത്, ബ്രസീലിനെ ജപ്പാൻ റൗണ്ട് ഓഫ് 32-ൽ മറികടക്കും. അത് ചരിത്രപരമായിട്ടുള്ളൊരു വലിയൊരു ഇതായിരിക്കുമെന്നാണ് അവരുടെ പ്രഡിക്ഷൻ. സോ റൗണ്ട് ഓഫ് 32-ൽ ബ്രസീലിനെ മറികടന്ന് ജപ്പാൻ മുമ്പിലോട്ടും 32-ൽ ബ്രസീൽ എലിമിനേറ്റ് ആവുമെന്നാണ് അവർ പറയുന്നത്. എക്വഡോർ വേഴ്സസ് സെനഗൽ അടുത്ത മത്സരം, സെനഗലായിരിക്കും മുന്നോട്ട് പോകുമെന്ന് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നു. സൗത്ത് കൊറിയ വേഴ്സസ് സ്കോട്ട്ലാൻഡ് മത്സരം, സൗത്ത് കൊറിയ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ മത്സരം, ഇംഗ്ലണ്ട് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. അർജന്റീന വേഴ്സസ് ഉറുഗ്വായ് പോരാട്ടം റൗണ്ട് ഓഫ് 32-ൽ അർജന്റീന മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. തുർക്കി വേഴ്സസ് ഇറാൻ മത്സരത്തിൽ തുർക്കി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. സ്വിറ്റ്സർലാൻഡും ഈജിപ്തും കളിക്കുമ്പോൾ സ്വിറ്റ്സർലാൻഡ് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. പോർച്ചുഗൽ വേഴ്സസ് ഐവറി കോസ്റ്റായിട്ടുള്ള മത്സരത്തിൽ പോർച്ചുഗൽ മുന്നോട്ട് പോകും, റൗണ്ട് ഓഫ് 16-ലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ഇതാണ് റൗണ്ട് ഓഫ് 32-ലെ പ്രഡിക്ഷൻ. ഇനി റൗണ്ട് ഓഫ് 16, ഇനി ജർമ്മനി വേഴ്സസ് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടെന്നാണ് പറയുന്നത്. അത്രയും വലിയ കൊമ്പൻ ടീമുകൾ മത്സരിക്കുമ്പോൾ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. പിന്നെ ക്രൊയേഷ്യ വേഴ്സസ് സ്പെയിൻ മത്സരത്തിൽ ക്രൊയേഷ്യ തോൽപ്പിച്ച് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക്. ഓസ്ട്രേലിയ വേഴ്സസ് സ്പെയിൻ മത്സരത്തിൽ ഓസ്ട്രേലിയ തോൽപ്പിച്ച് ബെൽജിയം ക്വാർട്ടർ ഫൈനലിലേക്ക് കയറും. ജപ്പാൻ വേഴ്സസ് സെനഗൽ മത്സരം, സെനഗലിനെ തോൽപ്പിച്ച് ജപ്പാൻ ക്വാർട്ടർ ഫൈനലിലേക്ക് കയറും. സൗത്ത് കൊറിയ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം, സൗത്ത് കൊറിയ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് മുന്നോട്ട്.
അർജന്റീന വേഴ്സസ് തുർക്കി മത്സരം. തുർക്കിയെ തോൽപ്പിച്ച് അർജന്റീന മുമ്പോട്ട്. സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് പോർച്ചുഗൽ മത്സരം. സ്വിറ്റ്സർലാൻഡിനെ തോൽപ്പിച്ച് പോർച്ചുഗൽ മുമ്പോട്ട് എന്നാണ് പറയുന്നത്. ഇനി നോക്കുക, ക്വാർട്ടർ ഫൈനലിൽ കിട്ടില്ല പോരാട്ടങ്ങളാണ്. റൗണ്ട് ഓഫ് 60 കഴിഞ്ഞു. ഇനി ക്വാർട്ടർ ഫൈനൽ നോക്കുക. ഫ്രാൻസ് വേഴ്സസ് നെതർലാൻഡ് മത്സരത്തിൽ നല്ല കളി കളിക്കും, സൂപ്പർ പോരാട്ടം നടക്കും. അതിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് നെതർലാൻഡ് മുന്നോട്ട് സെമി ഫൈനലിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ഫ്രാൻസ് പുറത്താകുമെന്നാണ് പറയുന്നത്. പിന്നെ സ്പെയിൻ വേഴ്സസ് ബെൽജിയം മത്സരം. അതിൽ ബെൽജിയം തോൽപ്പിച്ചിട്ട് സ്പെയിന് സെമി ഫൈനലിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. പിന്നെ ജപ്പാൻ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം. അതിൽ ജപ്പാനെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമി ഫൈനലിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അർജന്റീന വേഴ്സസ് പോർച്ചുഗൽ മത്സരം. ക്വാർട്ടർ ഫൈനലിൽ എന്ത് സംഭവിക്കും? അർജന്റീനയെ തോൽപ്പിച്ചിട്ട് പോർച്ചുഗൽ ക്വാളിഫൈഡ് ആവും. ഇത് വല്ലാത്തൊരു പ്രഡിക്ഷനാണ്. ഇതിൽ സെമി ഫൈനലിൽ ക്വാളിഫൈ ആയിട്ട് 4 യൂറോപ്യൻ ടീമാണ്. നെതർലാൻഡ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, പോർച്ചുഗൽ. ഫസ്റ്റ് സെമി ഫൈനൽ മത്സരം നെതർ വേഴ്സസ് സ്പെയിൻ. സ്പെയിനെ തോൽപ്പിച്ച് നെതർലാൻഡ് ഫൈനലിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടും പോർച്ചുഗലുമാണ്. അതിൽ പോർച്ചുഗൽ ഫൈനലിലേക്ക്. അടിപൊളി! എന്താണ് പോർച്ചുഗലിൻ്റെ ഫൈനൽ കാണണം എന്നുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതിൽ പറയുന്ന പ്രഡിക്ഷൻ ശരിയാവുകയാണെങ്കിൽ പോർച്ചുഗൽ ഫൈനലിലേക്ക് എന്നാണ്. അവരെ കളി കുറച്ചുകൂടി ഉഷാറാവുകയാണെങ്കിൽ എന്തായാലും ഫൈനലിലേക്ക് ഉള്ള കളി ഉണ്ട്, നോക്കണം. സെമി ഫൈനൽ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ നെതർലാൻഡും പോർച്ചുഗലും. ആര് ജയിക്കും? ഈ വിജയികളെ എന്താണെന്ന് നോക്കാം. ഇതിൽ പോർച്ചുഗൽ 7%, നെതർലാൻഡ് 3% പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ. അതിൽ ഫൈനലിൽ പോർച്ചുഗലിനെ തോൽപ്പിച്ച് നെതർലാൻഡ് കിരീടം നേടും എന്നാണ് പറയുന്നത്. കളി നല്ല ടൈറ്റ് ആവുമെന്നാണ് പറയുന്നത്. എക്സ്ട്രാ ടൈം വരെ പോകാനും ഫ്രാൻസ് അർജന്റീന കളി ഉണ്ടായിരുന്നു 2022, അതുപോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. റിസൾട്ട് 1-0 എന്ന ഇതിൽ പോർച്ചുഗൽ തോൽക്കുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നെതർലാൻഡ് വേൾഡ് കപ്പ് നേടും എന്നാണ് പ്രഡിക്ഷൻ. ഒന്നുകൂടിയും പറയണം, ഇത് 3 വട്ടം വേൾഡ് കപ്പ് പ്രെഡിക്റ്റ് ചെയ്ത ഏജൻസിയുടെ പ്രഡിക്ഷനാണ്. ഫുട്ബോൾ ഇതുമായിട്ടുള്ള ആൾക്കാരുടെ പ്രഡിക്ഷൻ അല്ല. ഫുട്ബോളുമായിട്ട് വിട്ടിട്ടുള്ള ഒരു ഏജൻസിയുടെ പ്രഡിക്ഷനാണ്. ഇനി വരുന്ന ന്യൂസായിട്ട്, വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഇനിയും വരുന്നതായിരിക്കും. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കും പ്രഡിക്റ്റ് ചെയ്യാം ഏത് ടീം ജയിക്കും എന്നതിൻ്റെയൊക്കെ കുറിച്ചിട്ട്. ഇനിയും ഫുട്ബോൾ വീഡിയോസിൻ്റെ വരുന്നതായിരിക്കും.